നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഗീത സഭയ്ക്ക്. പക്ഷെ അതിലുപരി ഞങ്ങളൊക്കെ വളരെ ജൂനിയറായിട്ടുള്ള ആളുകളാണ്. പക്ഷെ ആ ഒരു സീനിയർ ജൂനിയർ ബന്ധം കാണിക്കാതെ അത്രത്തോളം അടുത്ത് പെരുമാറുന്ന, പാട്ട് പറഞ്ഞു തരുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഒരു എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല, എല്ലാമാണ് അസോസിയേഷൻ്റെ സാന്നിധ്യം. അല്ലെങ്കിൽ ഈ ഒരു വലിപ്പ ചെറുപ്പം കാണിക്കാതെ അദ്ദേഹം ഈ ഒരു ചടങ്ങിന് വന്നതിൽ എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു അസോസിയേഷൻ. ഇനിയും ഈ സഹകരണം വേണം. അതേപോലെ തന്നെ ഒരുപാട് ബഹുമാനരായിട്ടുള്ള വ്യക്തികളുള്ളൊരു ചടങ്ങാണ്. എല്ലാവരെയും സന്തോഷത്തോടെ തന്നെ ഓർക്കുകയാണ്. അതേപോലെ തന്നെ സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ സാർ, മറ്റ് സ്റ്റേജിലെ പ്രമുഖരെ എല്ലാവരെയും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് ധന്യമായി. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ പ്രധാനി ശ്രീ ഉണ്ണി, ഞാൻ മൊബൈലിൽ ഉണ്ണി വയലാർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ വയ്യായിരുന്നു. എനിക്ക് ഈ വയ്യായ്മ പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു ഗായകനാണ്. കാരണം ഗായകൻ്റെ ഒരു ക്ലീശ പരിപാടിയാണ് മൈക്കിൽ കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വയ്യായിരുന്നു. പക്ഷേ സത്യമായിരുന്നു 2-3 മാസമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ഞാൻ കൂടി മെമ്പറായിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ ട്രസ്റ്റിൻ്റെ മെമ്പറാണ് ഞാൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ അവാർഡ് ചിത്ര ചേച്ചിക്കായിരുന്നു. അത് മിനിങ്ങാന്ന് എറണാകുളത്ത് വെച്ചായിരുന്നു. പക്ഷെ അതിന് എനിക്കൊരു പാട്ട് പോലും പാടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശരത്തേട്ടനറിയാം, ശരത്തേട്ടനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതിനാണ് ഒത്തിരിയേറെ ഒരു ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഈ ഒരു ചടങ്ങിന് വരുവാൻ കഴിഞ്ഞതിൽ 2 പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഉണ്ണി, അതുപോലത്തെ ശ്രീ പണിക്കർ, എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ അവാർഡ്